Question. The sides of a rhombus are 5 cm long and one of its angle is 100 degree. Compute the area. So now the question is sides of a rhombus. What is rhombus, sir? It's very simple. Rhombus means parallelogram. Okay. A parallelogram. Okay. And all of its sides are equal. Here it is 5 cm. എല്ലാ വശങ്ങളും തുല്യമായ സാമാന്തര്യത്തിനെയാണ് നമ്മൾ റോംബസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഒരു സാമാന്തര്യവും ചതുരവും തമ്മിലുള്ള വ്യത്യാസം എന്താ? ചതുരത്തിൽ 90 ഡിഗ്രിയാണ്, സാമാന്തര്യത്തിൽ 90 ഡിഗ്രി ആവണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് സെയിം ആണ്, ഓപ്പോസിറ്റ് സൈഡ്സ് ഒക്കെ സെയിം ആണ്. അത് തന്നെയാണ് ചതുരത്തിലും. പ്രധാന വ്യത്യാസം ഇതാണ്. കിട്ടിയോ? ഓക്കെ, ഒരു സമഭുജ സാമാന്തര്യത്തിന്റെ വശങ്ങളുടെ നീളം 5 സെന്റിമീറ്ററും അതിലെ ഒരു കോൺ 100 ഡിഗ്രിയുമാണ്. അതിന്റെ പരപ്പളവ് കണക്കാക്കുക, ഏരിയ കാണുക. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. ഏതോ ഒരു സാമാന്തര്യം നമുക്ക് തന്നിട്ടുണ്ട്. എൻ്റെ എല്ലാ വശങ്ങളും എത്ര വെച്ചിട്ടുണ്ട്? 5 വെച്ചിട്ടുണ്ട്. എല്ലാ വശങ്ങളും 5 വെച്ച്. ക്ലിയർ? ആൻഡ് വൺ ആംഗിൾ ഈസ് 100 ഡിഗ്രി. ഒരു ആംഗിൾ എത്ര ഡിഗ്രി ഉണ്ട്? 100 ഡിഗ്രി. 100 ഡിഗ്രി. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, 100 ഡിഗ്രി ഒരിക്കലും ഇത്രയും വരില്ല, ഇതിൽ കൂടുതൽ വരും. നമുക്കൊരു ട്രയാങ്കിൾ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇത്രയും തന്നെ 90 ഡിഗ്രി വരും. സോ ഇത്രയും വന്നാൽ തന്നെ അത് 90 ഡിഗ്രി വരും. അപ്പോൾ അതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ വരും. നമ്മൾ സാമാന്തര്യം വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ സാമാന്തര്യം തെറ്റായിരിക്കുള്ളൂ. 100 ഡിഗ്രി വരണ്ടേ, അതുകൊണ്ട് ഇങ്ങനെ വരയ്ക്കണം. ക്ലിയർ? ആൻഡ് ഹിയർ ഇറ്റ് ഈസ് എന്താണ്? 100 ഡിഗ്രി വരും. മനസ്സിലായോ പറയുന്നത്? ബാക്കി എല്ലാ ആവശ്യങ്ങളും 5 സെന്റിമീറ്റർ ആയിട്ട് നമ്മൾ എടുക്കണം. ഇതാണ് സിറ്റുവേഷൻ. ഇതാണ് തന്നിരിക്കുന്നത്. ഇത് ഉപയോഗിച്ചിട്ട് ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കണം. ഇറ്റ്സ് വെരി സിമ്പിൾ. സാമാന്തര്യത്തിന്റെ ഏരിയ കാണാനായിട്ട് ഏതെങ്കിലും ഒരു വശം ഇൻറ്റു അതിന്റെ ഹൈറ്റ്. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ വശവും ഈ വശം തമ്മിലുള്ള അകലം. ഇത് ഹൈറ്റ് ആവാം, ഉണ്ടോ? അല്ലെങ്കിൽ ഇവിടെ നിന്നും ഇങ്ങോട്ട് ഒരെണ്ണം വരച്ചിട്ട് നിങ്ങൾ നീട്ടി വരച്ച് കഴിയുന്ന ഈ അളവ്, ഇതും ഹൈറ്റായിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, പിന്നെ ഈ ഹൈറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അത് കിട്ടിക്കഴിഞ്ഞാൽ ഏരിയ വെരി സിമ്പിൾ ആണ്. ഏരിയ ഇസ് ഈക്വൽ ടു താഴെയുള്ള ബേസ് ഇൻറ്റു എന്താണ്? ഹൈറ്റ്. ഓക്കെ, ക്ലിയർ? നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ സാമാന്തരം. സാധാരണ നമ്മൾ സാമാന്തരം വരയ്ക്കുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് വരയ്ക്കാം. 5 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ. അതാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. പക്ഷെ ഇവിടെ 100 ഡിഗ്രി ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? കുറച്ചും കൂടി നീട്ടി ഇങ്ങോട്ട് 100 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇത്രയും വരും, കണ്ടോ? ക്ലിയർ? 90 ഡിഗ്രി ആയിരുന്നുവെങ്കിൽ എന്താ ഇത്രയും വന്നേനെ. അപ്പോൾ അത് പിന്നെ കുറച്ചും കൂടി കൂടുതൽ. ക്ലിയർ? അപ്പോൾ 100 ഡിഗ്രി. ഓക്കെ, ഇപ്പോൾ സാറിങ്ങനെ വരച്ചു 5 സെന്റിമീറ്റർ 100 ഡിഗ്രി. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഏരിയ കണ്ടുപിടിക്കണം. ഏരിയ കാണാനായിട്ട് ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ ഹൈറ്റ് വേണം. ബേസ് ഇവിടെ ഓൾറെഡി ഗിവൺ 5 സെന്റിമീറ്റർ. ഹൈറ്റ് കാണാനായിട്ട് ഇവിടെ നിന്നൊരു പെർപെൻഡിക്കുലർ താഴേക്ക് വരച്ചു, ഇതിങ്ങനെ നീട്ടി വരച്ചു. ഓക്കെ, ആൻഡ് ഹിയർ ഇറ്റ് ഈസ് ദ ആംഗിൾ ഈസ് ഒരു ടോട്ടൽ എത്ര വരാം? 150 ഡിഗ്രി ടോട്ടൽ ആംഗിൾ വരണം. അപ്പോൾ ഇവിടെ കണ്ടുപിടിക്കാനായിട്ട് 150ന് നിങ്ങൾ 100 കുറയ്ക്കുക, അപ്പോൾ നിങ്ങൾക്ക് 80 കിട്ടും. കിട്ടിയോ? 80 എവിടെ നിന്ന് കിട്ടി? 150 മൈനസ് ദിസ് 100. കാരണം ലീനിയർ പെയർ അനുസരിച്ച് ഇത് 80 ഡിഗ്രി വരും. ഓക്കെ, നൗ 80 ഡിഗ്രി ആ മട്ടത്രികോണം എടുത്തിട്ട് വേണം നമ്മൾ കണ്ടുപിടിക്കാൻ. ക്ലിയർ? നോക്കൂ, ഇവിടെ ഈ മട്ടത്രികോണത്തിൻ്റെ ഈ ട്രയാങ്കിൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു വശം നമുക്കറിയാം 5 സെന്റിമീറ്റർ, മറ്റേ വശമാണ് ഹൈറ്റ്. അത് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ആ ട്രയാങ്കിൾ മാത്രം എടുത്തിട്ട് സെർച്ച് ചെയ്യാൻ പോവുകയാണ്. കണ്ടോ? ഹൈറ്റ് കണ്ടുപിടിക്കണം. ഇനിയാണ് നമ്മൾ ട്രിഗണോമെട്രി അപ്ലൈ ചെയ്യേണ്ടത്. ട്രിഗണോമെട്രി റേഷ്യോ അനുസരിച്ചിട്ട് ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്. ആംഗിളിൻ്റെ നേരെ കിടക്കുന്ന വശം, ദാറ്റ് ഈസ് ഓപ്പോസിറ്റ് സൈഡ്. ക്ലിയർ? ഓക്കെ, 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എടുക്കുന്ന വശം, ദാറ്റ് ഈസ് ഹൈപ്പോട്ടിനസ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ഹൈപ്പോട്ടിനസ്, കണ്ടുപിടിക്കേണ്ടത് ഓപ്പോസിറ്റ് സൈഡ്. ഓപ്പോസിറ്റും ഹൈപ്പോട്ടിനസും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റേഷ്യോ അതെന്താ? സൈൻ. സൈൻ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ എന്താണ്? ഹൈപ്പോട്ടിനസ്. ഓക്കെ, ദാറ്റ് ഈസ് ഹിയർ ഇറ്റ് ഈസ് ഈക്വൽ ടു എച്ച് ബൈ 5. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ സൈൻ 80 എടുക്കുന്നു. സൈൻ 80 ഡിഗ്രി ഇസ് ഈക്വൽ ടു എച്ച് ബൈ 5, ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിനസ്. ക്ലിയർ? ഇനി എന്ത് ചെയ്യണം? ഇനി നമ്മൾ ഈ 5 നേരത്തെ ഇതിന് മുന്നത്തെ കണക്ക് നമ്മൾ ചെയ്ത് പരിശീലനമുണ്ട്, അതനുസരിച്ച് ചെയ്താൽ മതി. 5 ഇങ്ങോട്ട് എടുത്ത് ഗുണിക്കുക. ഇവിടെ ഹരിച്ചിരിക്കുകയാണ്. ഹരണം സമത്തിൻ്റെ ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ അത് ഗുണനമാവും. ഗുണനമാണ് എടുക്കണമെങ്കിൽ ഹരണമാവും.
ഇവിടെ ഹരിച്ചിരിക്കുകയാണ്, സമത്തിൻ്റെ പ്രത്യേക കൊടുത്തപ്പോൾ ഗുണനമായി. അപ്പം നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ 5 ഇൻറ്റു സൈൻ 80 എന്ന് നമ്മൾ എഴുതേണ്ടി വരും. ക്ലിയർ? അതാണ് എന്ത് ഹൈറ്റ്. ഓക്കെ, സോ ഹൈറ്റ് ഇസ് ഈക്വൽ ടു 5 ഇൻറ്റു സൈൻ 80. സൈൻ 80 നമ്മൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഏറ്റവും ബാക്കിൽ പേജിൽ ടേബിളുണ്ട്, അവിടെ നോക്കാം. സൈൻ 80 ഇസ് ഈക്വൽ ടു ടേബിളിൽ നമുക്ക് 0.9848 കിട്ടും. സോ ഇൻസ്റ്റെഡ് ഓഫ് സൈൻ 80 പുട്ട് ദ വാല്യൂ ഹിയർ. ഓക്കെ, അപ്പോൾ h is equal to 5 into 0.9848, അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ h is equal to 4.924. ദെൻ നമുക്ക് എന്താണ് ഇനി ഏരിയ അല്ലേ? ഏരിയ ആണ് ഇക്വേഷൻ എഴുതുക. ബിയുടെ സ്ഥലത്ത് ബി 5 സെൻറ്റിമീറ്റർ, എച്ചിൻ്റെ സ്ഥലത്ത് ഇതും കൊടുക്കുക. അപ്പോൾ ആൻസറായി ഏരിയ is equal to 24.62. ഓക്കെ, the sides of a parallelogram are 8 centimeter and 12 centimeter and the angle between them is 50 degree. Calculate its area. ഒരു സാമാന്തരികത്തിന്റെ വശങ്ങളുടെ നീളം 8 സെന്റിമീറ്ററും 12 സെന്റിമീറ്ററുമാണ്. ഇവയ്ക്കിടയിലെ കോൺ 50 ഡിഗ്രിയുമാണ്. ഇതിന്റെ പരപ്പളവ് കണക്കാക്കുക. അപ്പം നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്തതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് ചെയ്യാൻ പറ്റും. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പ്ലീസ് വിസിറ്റ് പാർട്ട് 1 to 14 ബിഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഓക്കെ, ഇതാണ് നമ്മുടെ പാരലോഗ്രാം. ഓക്കെ, പാരലോഗ്രാമിന്റെ സൈഡുകൾ 8 സെന്റിമീറ്ററും 12 സെന്റിമീറ്ററും. അപ്പോൾ ഒരു സൈഡ് 8 സെന്റിമീറ്റർ, ഈ സൈഡ് എത്രയാണ് 12 സെന്റിമീറ്റർ. ആൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദം ഇസ് 50 ഡിഗ്രി. ഈ രണ്ട് വശങ്ങൾ തമ്മിലുള്ള ആംഗിൾ ഇവിടെ എന്ന് പറയുന്നത് അത് 50 ഡിഗ്രി. ഇറ്റ്സ് ഗിവൺ. ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കണം. ഹൗ ടു ഫൈൻഡ് ഏരിയ? ഏരിയ കാണാനായിട്ട് ഏരിയ വി നോ ദാറ്റ് ഏരിയ ഇസ് ഈക്വൽ ടു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഈ ബേസ് ഇസ് ഗിവൺ 12 centimeter. Okay, then what is the height? Draw a perpendicular from here to here. This is the height. Okay, then it named as h. Using trigonometry you can find the height. Okay, so this is our triangle, and here the base is 12 centimeter and this height is marked as h. Okay, then according to trigonometry this side is not given. We want to find this side h. നമുക്ക് ഇത് കണ്ടുപിടിക്കണം. പിന്നെ നമുക്ക് 8 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. It is opposite to 90 degree 8 centimeter. So this is hypotenuse. Okay, and this h is opposite to 50 degree. Yeah, so this is the opposite of 50 degree. That is opposite side. And this is opposite of 90 degree. This is hypotenuse. So the ratio which connect to opposite and hypotenuse, എതിർവശവും കർണവും തമ്മിൽ കണക്ട് ചെയ്യുന്ന റേഷ്യോ, yes, sine 50 degree. According to sine, opposite side by hypotenuse, that is h by 8. Okay, clear? So we can use sine 50 h by 8. Then what is h? 8 നമ്മൾ ഇപ്പുറത്തേക്ക് എടുക്കണം, ഗുണിക്കണം. 8 ഇവിടെ ഹരിച്ചിരിക്കുകയാണ്. നമ്മൾ സമത്തിൻ്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ 8 എടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഗുണിക്കണം. ഓക്കെ, സോ h is equal to 8 into sin 50. sin 50യുടെ വാല്യൂ നമുക്കറിയില്ല, നമുക്ക് കൊടുക്കാം. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് sin 50? നിങ്ങൾ ടേബിൾ നോക്കുക, കണ്ടുപിടിക്കുക. ഇറ്റ് ഈസ് 0.7660. നമ്മൾ ഇതിന് മുന്നത്തെ പ്രോബ്ലത്തിലൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ദെൻ 8 into 0.760 is equal to h is equal to 6.128 centimeter. Then what is area? Area is equal to താഴെയുള്ള ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസ് ഈസ് 12 centimeter. 12 into height നമ്മൾ കണ്ടുപിടിച്ചു 6.128. So the answer is area is equal to 73.536. Okay.